ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണെന്ന് കരുതുന്നു എല്ലാവർക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ USA വിസ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതല്ല, എല്ലാവരും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ്. ഒരു US കോൺസുലർ വിസ ഓഫീസറുടെ വ്യൂ പോയിന്റിൽ നമുക്ക് എങ്ങനെ ഇൻ്റർവ്യൂവിനെ വാച്ച് ചെയ്യാൻ പറ്റും, എങ്ങനെ നിങ്ങൾക്ക് അയാളുടെ ഒരു ഭാവന, അയാളുടെ ഒരു ചിന്താ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഹോൾ പ്രോസസ്സിനെ എങ്ങനെ വാച്ച് ചെയ്യാൻ പറ്റും. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വീഡിയോ മുഴുവനായിട്ട് കാണണം. അതായത് നമ്മളുടെ ഒരു കാൻഡിഡേറ്റിന് വിസ അപ്രൂവ് ആയിട്ടുണ്ട്. നമ്മുടെ ഒരു കാൻഡിഡേറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ അപ്രൂവ് ആയി. പക്ഷേ ഷീ ക്രാക്ക് ദ ഇൻ്റർവ്യൂ ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ്. പുള്ളിക്കാരി നമ്മളല്ല ആപ്ലിക്കേഷൻ ചെയ്തത്, പക്ഷേ പുള്ളിക്കാരി നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇൻ്റർവ്യൂവിനെ അപ്രോച്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് സക്സസ് ആയ പുള്ളിക്കാരിക്ക് ഒരു അഭിനന്ദനങ്ങൾ. അപ്പോൾ ഒരു വിന്നിങ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ടൈസ്, ക്ലിയർ പർപ്പസ്, ഫൈനാൻഷ്യൽ പ്രൂഫ്, കൺസിസ്റ്റൻറ്റ് സ്റ്റോറി. ഈ 4 ഫാക്ടേഴ്സാണ് ഒരു വിന്നിങ് ഫോർമുലയായിട്ട് ഒരു US കോൺസുലർ ഒഫീഷ്യൽ വിലയിരുത്തുന്നത്. സ്ട്രോങ് ടൈസ് ഉണ്ടാകണം, പർപ്പസ് ഉണ്ടാകണം, ഫൈനാൻഷ്യൽ പ്രൂഫ് ഉണ്ടാകണം, സ്ഥിരം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റോറി. DS-160 പറഞ്ഞിട്ടുള്ള സ്റ്റോറിയും നമ്മൾ അവിടെ പ്രസൻറ്റ് ചെയ്യുന്ന സ്റ്റോറിയും കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. എങ്ങനെ ഒരു വിസ ഓഫീസറുടെ കണ്ണിൽ കൂടെ ഇൻ്റർവ്യൂവിനെ കാണുന്നു പറയുന്നത്, എല്ലാ വിസ ഓഫീസർമാരും യു ആർ ആൻ ഇമിഗ്രൻറ്റ് എന്ന കണ്ണോട് കൂടിയേ നിങ്ങളെ കാണത്തുള്ളൂ. നോൺ ഇമിഗ്രൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് തിരിച്ചു വരില്ല എന്നുള്ള പ്രീ അസംഷൻ അവർക്കുണ്ടായിരിക്കും. സോ അതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റ് പർപ്പസ്. സോ അപ്പോൾ നിങ്ങളുടെ പർപ്പസ് ക്ലിയർ ആകണം, നിങ്ങളുടെ ഡോക്യുമെൻസും ബാക്കി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവണം. അപ്പോൾ സോ ഇൻ്റർവ്യൂ ഓഫീസേഴ്സിൻ്റെ ട്രെയിനിങ് തന്നെ അതാണ്. ദേ ആർ നോട്ട് ദെയർ ടു ഇൻറ്ററോഗേറ്റ് യു, ദേ ആർ ദെയർ ടു അണ്ടർസ്റ്റാൻഡ് വെദർ യുവർ ടൈസ്, യുവർ പർപ്പസ്, എവറിത്തിങ് ഈസ് ക്ലിയർ ആൻഡ് യു വിൽ ബി കമ്മിങ് ബാക്ക് ടു യുവർ ഹോം കൺട്രി ആഫ്റ്റർ ദ വിസിറ്റ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് കാര്യം. ഫസ്റ്റ് ഇംപ്രഷൻ ആണ് ഏറ്റവും വലുത്. അതായത് ആദ്യത്തെ 30 സെക്കൻഡ്സിൽ നിങ്ങൾ അവർ അസസ് ചെയ്യും നിങ്ങളുടെ പർപ്പസ്. നിങ്ങളുടെ ആദ്യത്തെ 2 ചോദ്യങ്ങൾ തന്നെ നിങ്ങളുടെ വിസയുടെ ഒരു ഡിസിഷൻ വന്നിരിക്കും. സോ ആദ്യത്തെ 30 സെക്കൻഡ് വളരെ കെയർഫുൾ ആയിരിക്കുക, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവർക്ക് റിപ്ലൈ കൊടുക്കുക. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് എന്നാൽ വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള റിപ്ലൈ കൊടുക്കുക. മൂന്നാമത്തെ പറയുമ്പോൾ ദേ ലുക്ക് ഫോർ ദ ടൈസ് ടു ഹോം കൺട്രി. അതായത് നിങ്ങൾ അമേരിക്കയിൽ പോയിട്ട് എന്ത് ചെയ്യുമെന്ന് അതിൽ അവർ അന്വേഷിക്കുന്നത് ഹോം ടൈസിനെ പറ്റിയാണ് അവർക്ക് അറിയേണ്ടത്. നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും, ഇപ്പം ഉദാഹരണത്തിന് ജോലിയെക്കുറിച്ച് ചോദിച്ചാലും യു ക്യാൻ കണക്ട് ഇറ്റ് വിത്ത് ദ ഹോം ടൈസ്. അപ്പോൾ പറയാം, ഐ ഹാവ് ബിൻ വർക്കിംഗ് വിത്ത് ദിസ് കമ്പനി ആൻഡ് ഐ ഹാവ് അപ്ലൈഡ് ഫോർ എ ലീവ് ഫോർ 20 days ഫോർ ദിസ് ട്രിപ്പ്. അപ്പം ജോലിയെക്കുറിച്ച് മാത്രമല്ല നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ജോലിയിൽ നിന്ന് ലീവ് അപ്ലൈ ചെയ്തിട്ടാണ് ഈ ട്രിപ്പിന് പോകുന്നതും കൂടെ ഉള്ളൊരു ഒരു ഇൻസൈറ്റ് കൂടെ അവിടെ വന്നു. അപ്പോൾ ഏത് ചോദ്യം ചോദിച്ചാലും അത് നമ്മുടെ ഹോം ടൈസുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് വെൻ ദേ ആസ്ക് അബൌട്ട് യുവർ ഫാമിലി, പറയാം മൈ വൈഫ് ഈസ് വർക്കിംഗ് ആസ് എ ടീച്ചർ, അല്ല മൈ വൈഫ് ഈസ് ഹോം മേക്കർ. അപ്പോൾ അവർ ചോദിക്കും ഈസ് യുവർ വൈഫ് വർക്കിംഗ് എന്ന് ചോദിച്ചാൽ, വൈഫിന് ജോലി ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈ വൈഫ് ഡോണ്ട് ഹാവ് എനി അതർ ജോബ്, മൈ വൈഫ് ഇസ് എ ഹോം മേക്കർ ആൻഡ് മൈ ചൈൽഡ് ഈസ് സ്റ്റഡിങ് ഇൻ 3rd standard. അപ്പം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഡോക്യുമെന്റ്, നമ്മുടെ കുട്ടി നാട്ടിൽ പഠിക്കുകയാണ്. സോ അത് ഒരു ടൈ ആണ്. ഫൈനാൻഷ്യൽ കപ്പാസിറ്റി, അതായത് നിങ്ങളുടെ ഡോക്യുമെന്റ്സിൽ നിങ്ങളോട് ചോദിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് കരുതണം, നിങ്ങളുടെ സാലറി സ്ലിപ്പ്, നിങ്ങളുടെ ഇനിയിപ്പോൾ GST റിലേറ്റഡ് ബിസിനസ് ഡോക്യുമെന്റ്സ്, അസറ്റിൻ്റെ ഡീറ്റെയിൽസ്, കാറിൻ്റെ പേപ്പേഴ്സ്. സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് എന്ത് ആസ്തി ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ കരുതുന്നത് വളരെയധികം നന്നായിരിക്കും. മനസ്സിലായില്ലേ? കൺസിസ്റ്റൻസി ക്രൂഷ്യൽ ആയിരിക്കണം. അതായത് വെർബലായിട്ട് നമുക്ക് എന്ത് വേണേൽ പറയാം, ബട്ട് ഡോക്യുമെന്റലി അത് ഡോക്യുമെന്റ് ചെയ്തിരിക്കണം, ഡോക്യുമെന്റ്സ് അത് പ്രൂവ് ചെയ്തിരിക്കണം. അതുകൊണ്ട് കൺസിസ്റ്റൻസി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 7ാമത്തെന്ന് പറയുമ്പോഴത്തേക്ക് ദേ തിങ്ക് അബൌട്ട് ദ റിയൽ ഇൻറ്റൻഷൻസ്. വൈ നൗ, വൈ ദിസ് ഡെസ്റ്റിനേഷൻ, വൈ ദിസ് ഡ്യൂറേഷൻ, വൈ യു. സോ ഇതൊക്കെയാണ് അവരുടെ ചിന്ത. നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഡ്യൂറേഷനിൽ വേണ്ടിയിട്ട് ഈ വിസിറ്റ് നിങ്ങൾ എന്തിനാണ് എടുക്കുന്നവർ ചോദിക്കും. സോ നിങ്ങളുടെ സ്റ്റോറി ക്രെഡിബിൾ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. അവർ ദേ ആർ ട്രെയിൻ ടു റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. നിങ്ങളുടെ സ്റ്റോറി കാണുമ്പോൾ തന്നെ, നിങ്ങളുടെ DS-160 കാണുമ്പോൾ തന്നെ നിങ്ങളുടെ സ്റ്റോറി അവർക്ക് മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ പറ്റും. സോ your story will need to be credible
and consistent with respect to the DS-160. സോ DS-160 ഫില്ല് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഒന്നുകൂടെ പറയുകയാണ്. ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ട്രാവൽ ഹിസ്റ്ററിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങളുടെ കുടുംബത്തിൽ ഉള്ള അസറ്റുകൾ, നിങ്ങളുടെ വൈഫിൻ്റെ ജോലി, കുട്ടിയുടെ വിദ്യാഭ്യാസം, അങ്ങനെ നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ട്രാവൽ ഹിസ്റ്ററി, എവിടെയെങ്കിലും രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, ആ ട്രാവൽ ഹിസ്റ്ററി DS-160 കൊടുക്കുകയും വേണം. അത് സംബന്ധിക്കുന്ന വിസയോ രേഖകളുണ്ടെങ്കിൽ അത് ആ പാസ്പോർട്ട് നമ്മളോട് ക്യാരി ചെയ്യുകയും വേണം. സോ ട്രാവൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നല്ലതാണ്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങളുടെ സ്റ്റോറിയായിട്ട് മാച്ചാണ്. ഓക്കെ, ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ നിങ്ങളുടെ പ്രൊഫൈല് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വിചാരിക്കുക, നാട്ടിൽ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ US വരിക എന്ന് വിചാരിക്കുക. സോ അവിടെ ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ നിങ്ങളുടെ ജോബ് പ്രൊഫൈലോ നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ മറ്റുള്ള പ്രൊഫൈലുകളെല്ലാം നിങ്ങൾ DS-160 കൊടുത്തിരിക്കുന്ന ആ ഇൻഫർമേഷനുമായിട്ട് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന സ്റ്റോറിയായിട്ട് മാച്ച് ആവണം. അല്ലെങ്കിൽ അത് മാച്ച് ആകാനുള്ള പ്രൂഫ് നിങ്ങൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യണം. ഇതിലും പറയാറുണ്ട് പല ആൾക്കാരും ഇമോഷണലായിട്ട് ആക്ട് ചെയ്യുന്നു. യെസ്, ദർ ആർ സം ഒഫീഷ്യൽസ് they can get emotional, they can decide upon their good mood or bad mood, but 99% of the officers are well trained to handle their emotions. It's purely professional, not emotional. Our professional formula, they have a formula for approval, like we discussed, story, നമ്മളുടെ financial details, നമ്മളുടെ purpose, നമ്മളുടെ ഹോം ടൈസ്, ഈ 4 ഫോർമുല വെച്ചിട്ടാണ് അവർ ഒരാളുടെ ഇൻ്റർവ്യൂ പാസ്സാക്കണോ വേണ്ട തീരുമാനിക്കണം. അവർ മോസ്റ്റ്ലി എല്ലാം ഒരു ഗട്ട് ഫീലിങ്ങിലാണ് ഓവർ ഡോക്യുമെന്റ്സ്. നിങ്ങൾ എത്ര ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിക്കൊണ്ട് പോയാലും they take their decision based upon their gut feeling over documents, because they know if the person is credible or consistent and legitimate, they are very well trained to assess the attitude of a person, the body posture, the confidence, everything. So the decision is ultimately made from the gut, moreover document. So always be confident, transparent, be trustworthy, legitimate, and present the true story. Then there won't be any problems. അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഈ റിഹേഴ്സ് ചെയ്ത ആൻസേഴ്സ് അവർക്ക് ഇഷ്ടമല്ല. ഡോണ്ട് റിഹേഴ്സ് യുവർ ആൻസർ. കാണാപ്പാടം പഠിക്കരുത്, ബൈഹേർട്ട് ചെയ്യരുത്. കാണാപ്പാടം പഠിക്കാത്ത നമ്മളുടെ മനസ്സിൽ നിന്ന് വരുന്ന, നമ്മളുടെ നാച്ചുറലായിട്ട് വരുന്ന ആൻസേഴ്സാണ്. ഇറ്റ്സ് ദാറ്റ് ഈസ് ദ ultimate winning strategy. Never by heart an answer, never rehearse an answer. Rehearse ചെയ്ത് കാണാപ്പാടം പഠിച്ചിട്ട് ഡോണ്ട് റിജിറ്റേറ്റ്. അപ്പോൾ അത് ഒരിക്കലും പാടില്ല. കാണാപ്പാടം പഠിക്കരുത്. കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ അത് ഒരു നല്ല കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല. അപ്പം എന്ന് വെച്ചിട്ട് ഏറ്റവും മൂലം പറയുകയും ചെയ്യരുത്. ജസ്റ്റ് ടൂറിസം എന്ന് പറയുന്നത്, ഐ ആം ട്രാവലിംഗ് ടു വിസിറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടു എക്സ്പ്ലോർ വേരിയസ് പ്ലേസസ് ഇൻ ന്യൂയോർക്ക്, and I have taken a leave for 20 days from my company, and I'll be returning back to India on like April 30. So be clear, be concise, and be like confident with your answer. അടുത്തത് പറയുമ്പോൾ they use a silence as a weapon. എന്ന് പറഞ്ഞാൽ അവർ നിശബ്ദത ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ചില സമയത്ത് ഇൻ്റർവ്യൂസ് 5 മിനിറ്റിന് മേളിലൊക്കെ പോകാറുണ്ട്, അല്ല 3 മിനിറ്റിന് മേളിൽ പോകും. ആ സമയത്ത് ഒരു മിനിറ്റ്, ഒരു 40 സെക്കൻഡ്, ഒരു 30 സെക്കൻഡൊക്കെ സൈലൻ്റ് ആയിട്ടിരിക്കും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളൊരു ചോദ്യം ചോദിച്ചു എന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ജസ്റ്റ് 2 ലൈനിൽ ആൻസർ നിർത്തി കഴിഞ്ഞു വിചാരിക്കുക. അത് കഴിഞ്ഞ് അവർ 30 സെക്കൻഡ് ഇങ്ങനെ ഐഡിലായിട്ടിരിക്കുമ്പോഴത്തേക്ക് they are expecting for you to more detailed about your answer. So ആവശ്യമുള്ളത് മാത്രം പറയുക, നിർത്തുക. ഇനിയിപ്പം they are working on the computer, നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുക. when they are back to the interview again and start answering. അല്ലാതെ അവർ കുറച്ച് നേരം ഐഡിലായിരുന്നു വെച്ചിട്ട് നിങ്ങളുടെ ജീവചരിത്രം മുഴുവൻ അവിടെ ഛർദ്ദിക്കാൻ പാടില്ല കേട്ടോ. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് ദേ ആർ ഐഡിൽ ഫോർ സോ ലോങ്, ജസ്റ്റ് സ്റ്റേ പേഷ്യൻറ്റ് until they are back to the interview. രാജ്യങ്ങളിലും ടൈസ് ഡിഫറൻ്റ് ആണ്. ചില രാജ്യങ്ങളിൽ സ്വത്തായിരിക്കും, ചില രാജ്യങ്ങളിൽ ജോലിയായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ രാജ്യത്തിലെ ഒരു എക്കണോമിക് സ്റ്റാൻഡ് പോയിന്റ് നിന്നുകൊണ്ട് വേണം നിങ്ങളുടെ ഹോം ടൈസ് ഡിസൈൻ ചെയ്യാനായിട്ട്.
അതുപോരാതെ ദേ കെയർ മോർ അബൌട്ട് യുവർ പ്രസന്റ് ദാൻ പാസ്റ്റ്. നിങ്ങളുടെ പാസ്റ്റിലെ ജോലികളോ പാസ്റ്റിലെ വിദ്യാഭ്യാസമോ ഒന്നും അവർക്ക് വിഷയം. നിങ്ങൾ കറന്റ് എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ കറണ്ട് പ്രൊഫൈൽ ഈ അമേരിക്കയിലേക്കുള്ള എൻട്രിക്ക് ഫിറ്റ് ആണോ എന്നാണ് അവർ നോക്കുന്നത്. സോ ഫോക്കസ് മോർ ഇൻ ടു യുവർ കറണ്ട് ജോബ് പ്രൊഫൈൽ, കറണ്ട് എഡ്യൂക്കേഷൻ, യുവർ കറണ്ട് അസെറ്റ്സ്, യുവർ കറണ്ട് സ്ട്രാറ്റജി, യുവർ കറണ്ട് പ്ലാൻസ്. They like to be more specific. ചുമ്മാ വേഗമായിട്ടുള്ള ആൻസർ പറയരുത്. ടൂറിസം, ട്രാവൽ, ട്രിപ്പ് എന്ന് പറയുന്നതിനേക്കാൾ ജസ്റ്റ് give them 2-3 sentences which is insightful with enough information which is detailing into a trip എന്ന് പറയുക. പിന്നെ അവർക്ക് നോട്ട് ജസ്റ്റ് ദ ആൻസേഴ്സ്, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ആൻസർ ചെയ്യുക ആർക്കും. അവിടെ ചെന്നിട്ട് കുഞ്ഞ് തളർന്ന് വീടുന്നൊരു ടൈപ്പ് അല്ല. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കണം. ആൻസേഴ്സ് മാത്രമല്ല, ദേ എക്സ്പെക്ട് യു ടു ബി കോൺഫിഡൻറ്റ്. They expect you to be like, more confident, because you are going to such a place where all the people are like, they're confident, they have the best of the attitudes mostly. So if you want to survive in such a society, you will need to be more confident, positive. Finally, again, DS160, they look into your profile like detectives. It will happen within the first 3 minutes. ആദ്യത്തെ 3 മിനിറ്റിൽ ഈ ഡിറ്റക്റ്റീവ്സിന്റെ കാര്യം നടക്കും. ഈ 3 മിനിറ്റിൽ ആദ്യത്തെ 30 seconds വളരെ ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് 30 seconds you need to make proper eye contact, stand erect, and answer the questions with confidence. So DS160 നല്ലോണം ബൈ ഹാർട്ട് ചെയ്യുക, അതനുസരിച്ച് ഫോർമുലേറ്റ് യുവർ ആൻസേഴ്സ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു US വിസ കോൺസുലാർ ഇൻ്റർവ്യൂ ഓഫീഷ്യലിൻ്റെ ഒരു ചിന്താ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഇൻ്റർവ്യൂവിനെ നോക്കിക്കാണാൻ പറ്റും. അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ച് നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഐ വിൽ ബി ദേർ ഫോർ യു. എന്നെക്കൊണ്ട് പറ്റുന്ന ആൻസേഴ്സ് ഒക്കെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പം ഒരിക്കൽ കൂടി നമ്മളുടെ ചാനൽ മുഖേന ഇൻ്റർവ്യൂ പാസ്സായ ആ കുട്ടിക്ക് അഭിനന്ദനങ്ങൾ. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് തുടരുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ ഗൈസ്, ബൈ.